കറണ്ട് കമ്പിണ്ടാ കറണ്ട് കമ്പിണ്ടാ. 1.5 മാസം മുമ്പാണ് അടിമാലി പഞ്ചായത്തിലെ 19, 20, 21 വാർഡുകളിലായ വാളറ, കുളമാങ്കുഴി, കാഞ്ഞിരവേലി ഭാഗത്ത് ഒരു കൊമ്പ് മാത്രമുള്ള കാട്ടാന എത്തിയത്. എടാ കേറിപ്പോടാ, കേറിപ്പോ, മതി നിന്നത് കേറിപ്പോ, വയറിറങ്ങില്ലേ. ഈ മേഖലയിലെ ആനസവാരി കേന്ദ്രത്തിലെ പിടിയാനകളെ തേടിയെത്തിയ കൊമ്പൻ പിന്നെ മടങ്ങിയില്ല. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിൽ കറങ്ങി നടക്കുന്ന ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനയെ ഭയന്ന് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇന്നിപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് നിന്ന് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാനും ഒരു പണിക്ക് പോയിട്ട് തിരിച്ചു വരാനും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങളിവിടെ കഴിഞ്ഞു പോകുന്നത്. അടുത്ത മാർക്കത്തിലേക്ക് ഞങ്ങൾ കടക്കാനായിട്ട് ഞങ്ങൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടാന ശല്യം രൂക്ഷമായതോടെ പ്രദേശത്ത് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. കാഞ്ഞിരവേലി മുതൽ കുളമാങ്കുഴി വരെയുള്ള 6 കിലോമീറ്റർ നീളത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കുകയോ ട്രെഞ്ച് കുഴിക്കുകയോ ചെയ്യണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. റേഞ്ച് ഓഫീസറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ഫെൻസ് ഇടാനുള്ള ഫണ്ടില്ല. ഈ അധികാരികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 കിലോമീറ്റർ ഫെൻസിങ് ഇടുമ്പോൾ രക്ഷപ്പെടുന്ന എത്രയാണെന്ന് പറയും. ആയിരക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന കേസാണ് ഇത്. പക്ഷേ ഇത് അവർക്ക് മനസ്സിലാവുന്നില്ല, അധികാരികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. വന്യജീവി ശല്യം നേരിടാൻ RRTയെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ സേവനം ഇതുവരെ നാട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല. കാടിനോട് ചേർന്ന് തന്നെ ആന നിലയുറപ്പിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. കാരണം ആന അങ്ങോട്ടും മാറുന്നില്ല, ഇങ്ങോട്ടും മാറുന്നില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ച അവർ വരാമെന്ന് പറയും. ദിവസങ്ങളായിട്ട് അവർ ഇതിനു വേണ്ടിയുള്ള ചില പദ്ധതികളെല്ലാം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഏർപ്പാടാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും പ്രാബല്യത്തിലേക്ക് വന്നിട്ടില്ല. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പലതവണ സമരം ചെയ്തെങ്കിലും ഇതുവരെ ഫലമുണ്ടായില്ല. കൂടുതൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ഇടുക്കിയിൽ നിന്നും നന്ദുഷയാണ് നമ്മുടെ കൂടെയുള്ളത്. നന്ദുഷ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ എത്രാമത്തെ വാർത്തയാണല്ലേ? ഓരോ പ്രദേശത്തും ഇത് തന്നെയാണ് അവസ്ഥ. എന്ന് പരിഹാരം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആരുടെയും കയ്യിൽ ഒരു ഉത്തരവുമില്ല. ഈ പ്രദേശത്തെ ഒരു സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? കുറേ നാളായോ ഇങ്ങനെ ഒറ്റക്കൊമ്പൻ ഇറങ്ങാൻ തോന്നിയിട്ട്? അവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം തോന്നും. കൃത്യമായിട്ടൊന്ന് പുറത്തു പോലും ഇറങ്ങാൻ പേടിയാണ് അവർക്കൊക്കെ. പൂജ, ഇത് ഭീതിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണെങ്കിൽ പോലും ഇതിന്റെ പിന്നിലെ ഒരു കഥ വളരെയധികം രസകരമുള്ള കാര്യമാണ്. കാര്യം ഒറ്റക്കൊമ്പൻ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുമെങ്കിലും ഒറ്റക്കൊമ്പ് മാത്രമുള്ള ആനകളെ കാണുക എന്നുള്ളത് വളരെ വിരളമാണ്. ഈ ആനയ്ക്ക് ഒരു കൊമ്പ് മാത്രമേ ഉള്ളൂ. ഈ ആന എന്തിന് ഈ കാഞ്ഞിരവേലി, കുളമാങ്കുഴി ഭാഗത്തൊക്കെ എത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വളരെ രസകരമായ ഒരു കാരണമുണ്ട്. കാരണം ഈ പ്രദേശത്തൊക്കെ തന്നെ ആനസവാരി കേന്ദ്രങ്ങൾ ധാരാളമുണ്ട്. ഈ ആനസവാരി കേന്ദ്രങ്ങളിലെ പിടിയാനകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒറ്റക്കൊമ്പൻ ഈ പരിസരത്തൊക്കെ എത്തുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ മേഖലകളിൽ തന്നെ പകലെന്നോ രാത്രിയെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഈ കൊമ്പൻ തമ്പടിച്ചിരിക്കുകയാണ്. ഈ കാഞ്ഞിരവേലി ഭാഗം നമുക്കെല്ലാം വളരെയധികം സുപരിചിതമാണ്. മാസങ്ങൾക്ക് മുൻപാണ് ഇന്ദിര എന്നൊരു സ്ത്രീ സ്വന്തം കൃഷിയിടത്തിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണമേറ്റ് മരിച്ചത്. അത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം കാഞ്ഞിരവേലി ഭാഗത്ത് നിരവധി കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ നാട്ടുകാർ RRT സംഘത്തിന്റെ സേവനമാണ് പലപ്പോഴും തേടാറുള്ളത്. എന്നാൽ നിഷ്ക്രിയമായ അവസ്ഥയിലാണ് നിലവിൽ ഇവിടുത്തെ RRT സംഘം. ഈ ഒറ്റക്കൊമ്പന്റെ വിഷയത്തിലായാലും മറ്റ് കാട്ടാനകളുടെ വിഷയത്തിലായാലും RRT സംഘം ഇതുവരെ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഏതായാലും നിലവിൽ ഇപ്പോഴും ഈ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് തന്നെ ഈ ഒറ്റക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒരു 6 കിലോമീറ്റർ ഫെൻസിംഗ് പൂർത്തിയാക്കിയാൽ ഈ ഒരു ശല്യം ഒഴിവാക്കാനാകുമെന്നാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത്. പക്ഷേ അതിനൊക്കെ ഫണ്ടില്ല എന്നുള്ള കാരണം പറഞ്ഞ് അതൊക്കെ മാറ്റി നിർത്തുകയാണ്. ഈ കാഞ്ഞിരവേലിയിൽ ഒരു അനുഭവം നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ അധികൃതർ ഒന്ന് മനസ്സ് വെച്ചാൽ തടയാവുന്ന മറ്റൊരു അപകടത്തെയാണ് ഇപ്പോൾ വീണ്ടും നിസ്സംഗത കൊണ്ട് മാത്രം അടുത്ത് വിളിച്ച് നിർത്തിയിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ഈ ഒറ്റക്കൊമ്പൻ പകലെന്നോ രാത്രിയോ എന്നുള്ള ഇല്ലാതെ ഈ കൃഷിയിടങ്ങളും വനമേഖലകളും ഒക്കെ ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത്